ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് റീക്രിയേഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്, അതായത് സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ ആയിരുന്നു. അത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് മെഷീൻ എംബ്രോയ്ഡറി ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതുപോലെ ഞാൻ ന്യൂസ് പേപ്പറിൽ ഓൾറെഡി ഇതിൻ്റെ പാറ്റേൺ മാർക്ക് ചെയ്തിട്ടാണ് ഫാബ്രിക്കിലേക്ക് നമ്മൾ ചെയ്തത് എംബ്രോയ്ഡറി. അപ്പോൾ ആ പാറ്റേൺ വെച്ച് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തുണിയിലേക്കും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്, കാണിച്ചു തന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് കോട്ടൻ്റെ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഓവർലാപ്പിംഗ് വരുന്നൊരു നെക്ക് ഡിസൈൻ വരുന്നൊരു സ്ട്രാപ്പ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. രണ്ടിലും ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്ട്രാപ്പ്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 13 ഇഞ്ചും വിഡ്ത്ത് 1 ഇഞ്ചുമാണ്. ഇതുപോലത്തെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് റെഡിയാക്കി എടുക്കാം. സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് അടിച്ചിട്ട് മറിച്ചെടുക്കാം. പക്ഷെ ഞാനിവിടെ 2 ഭാഗം കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അത് 2 സൈഡിൽ നിന്നും ഒരു 4 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് അടിച്ചെടുക്കുവാണ്. 2 സ്ട്രാപ്പും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് മെയിൻ പീസിൽ മാത്രമായിട്ട് നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഈ സ്ട്രാപ്പ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളും ഈ നെക്കും കൂടി ഒന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു സ്ലാൻഡിങ് ഇതുപോലെ വന്നിട്ടില്ലേ, അത് മൊത്തത്തിലൊന്ന് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് ഈ ലൈനിങ് പീസിനെ മറിച്ചിടാം. എക്സ്ട്രാ സൈഡിലുള്ള ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. ലൈനിങ് മറിച്ച് എടുത്തിട്ട് ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബാക്ക് പീസിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞ് സിബ് വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻവിസിബിൾ സിപ്പറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഡമ്മിയിലിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ്. ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള അതായത് സ്കേർട്ട് പോർഷൻ ചെയ്യണം. അത് ഞാൻ സൈഡൊന്നും അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക് ഇറങ്ങി കിടക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്കേർട്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംബർല ചെയ്യാം, അല്ലെങ്കിൽ എ ലൈൻ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പിക്ചറിൽ, അത് റെഫറൻസ് പിക്ചറിൽ ഗ്യാദേഴ്സ് ഇട്ടിട്ടുള്ളൊരു ഫ്രോക്കായിരുന്നു കേട്ടോ. ഞൊറിവുകളുടെ ചെറിയ ചെറിയ ഞൊറിവിട്ടിട്ടുള്ളൊരു ഫ്രോക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോർമലി എല്ലാ ഫ്രോക്കിലും ചെയ്യുന്നത് പോലെ യോക്കിൻ്റെ വിത്തിനനുസരിച്ച് ഗ്യാദേഴ്സ് സെറ്റാക്കി എടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എ ലൈനിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അതിൽ ഞൊറിവൊന്നും ഇട്ടിട്ടില്ല, കാരണം കോട്ടൻ്റെ ലൈനിങ് ആയത് കാരണം ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കും മറ്റേ ഞൊറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എ ലൈനിലാണ് ഇത് കട്ട് ചെയ്തത് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ ഗ്യാദേഴ്സ് ഇട്ട് വെച്ച സ്കേർട്ട് പോർഷനായിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇനി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ, ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും ഡ്രസ്സ് നന്നായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് അറിയണം. മെയിനായിട്ട് ഇതിൻ്റെ എംബ്രോയ്ഡറി പാർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ബാക്കി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.